നമ്മുടെ കയ്യിൽ ദീനാറും ദിർഹമും ദിയാറൊക്കെ ലഭിക്കുന്നതിനേക്കാളും വലിയ സ്ഥാനം നമ്മൾ നൽകേണ്ടത് ഇൽമിനാണ്. താലിമീങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സയ്യിദുനാ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുത്തോട് ചോദിച്ചു, അവിടുത്തോക്ക് ആയമേറിയ അറിവ് ലഭിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ആ സമയത്ത് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി എന്താണ്? ലൈൻ ശകർതും ലഅസീദന്നകും എന്നൊരു ആയത്താണ്. അഥവാ എനിക്കൊരു ഇൽമു കിട്ടുക എന്നുള്ളത് ദീനാറ് കിട്ടുന്നതിനേക്കാളും റിയാൽ ലഭിക്കുന്നതിനേക്കാളും മറ്റു പണം ലഭിക്കുന്നതിനേക്കാളും മറ്റു സമ്പത്ത് ലഭിക്കുന്നതിനേക്കാളും മറ്റെല്ലാം ലഭിക്കുന്നതിനേക്കാളും ഞാൻ വലിയ നിയമത്തായി കാണുക ഇൽമു ലഭിക്കുക എന്നുള്ളതാണ്. അത് ചെറിയ കുട്ടീന്ന് ലഭിച്ചാലും അത് ഏതൊരാളിന് ലഭിച്ചാലും ഇൽമു ലഭിക്കുക എന്നുള്ള വലിയ നിയമത്തായി കാണുക. ഒരു ഇൽമു ലഭിച്ചാൽ ഞാൻ അതിന്റെ പേരിൽ അൽഹംദുലില്ലാ പറയും. ഈ അൽഹംദുലില്ലാ പറയുന്ന വാക്കുകൾ ചെറുതായി കാണരുത്. കുട്ടിക്കാലം മുതലേ ശീലിക്കണം. ചെറുപ്രായം മുതലേ ശീലിക്കണം. ഒരു സബക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, ഒരു ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്ന് ഇൽമു കിട്ടിയാൽ അൽഹംദുലില്ലാ, മറ്റൊരു ഉസ്താദിൽ നിന്ന് ക്ലാസ്സിൽ ഇൽമു കിട്ടിയാൽ അൽഹംദുലില്ലാ. അങ്ങനെ കാരണം അൽഹംദുലില്ലാ ഹുവ ശുക്ർ ഹദീസാണത്. ശുക്റിൽ മുഖ്യമായിട്ടുള്ളതാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ നമ്മുടെ ഹദീസിൽ കാണാം, അവ്വലു മൻ യുദാ ഇലൽ ജന്നത്തി അൽ ഹമ്മാദുൻ, സ്വർഗ്ഗത്തിലേക്ക് ഏറ്റവും ആദ്യം വിളിക്കുന്ന വിഭാഗം അൽഹംദുലില്ലാ എന്ന് അധികരിപ്പിക്കുന്നവരാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്ഥാപനം കാണുമ്പോൾ അൽഹംദുലില്ലാ, ഇങ്ങനൊരു ഇൽമിന്റെ സ്ഥാപനം, ദീന്റെ സ്ഥാപനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ, മഹല്ലിലുണ്ടല്ലോ, നമ്മുടെ പരിസരത്തുണ്ടല്ലോ. അൽഹംദുലില്ലാ, മുതാലിമീങ്ങളെ കാണുമ്പോൾ നമ്മൾ എല്ലാ വിഷയം, ഇപ്പൊ ഒരു യാത്രയിൽ ഒരു പള്ളി കണ്ടാൽ നമ്മളെന്താ ചിന്തിക്കുന്നത്? പള്ളിന്റെ മിനാരം കണ്ടാൽ അൽഹംദുലില്ലാ, ആ മിനാരം അറിയിക്കുന്നത് അവിടെ പള്ളിയുണ്ട്. ആ പള്ളി അറിയിക്കുന്നത് അവിടെ നിസ്കരിക്കുന്നവർ. ആ നിസ്കരിക്കുന്നവർ എന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? മുസ്ലിമീങ്ങൾ, ഇസ്ലാമിന്റെ ഹരികാരൻ, ദീനുണ്ട് എന്ന രൂപത്തിൽ നമ്മള് പള്ളികൾ കാണുമ്പോ, മദ്രസ കാണുമ്പോ, ദീനീ സ്ഥാപനങ്ങൾ കാണുമ്പോ അൽഹംദുലില്ലാ എന്ന് നന്നായി പറയാം. ഇൽമിനോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായി കിട്ടുക എന്ന് എല്ലാവർക്കും കിട്ടുമൊന്നുമില്ല. ഈ ലോകത്തെ എല്ലാ ഷർറും ഉൾപ്പെടുത്തിയ ഒരു വേർഡ് അതേതെന്നറിയാം, ശഖാവത്ത്. അതിലും പെടാത്തൊരു ഷർറുമില്ല. അതിന്റെ എതിരിൽ പറയുന്ന എന്താണ്? സഅദത്ത്. ആ സഅദത്തിന്റെ പ്രത്യേകത എന്താ? ഈ ലോകത്തുള്ള എല്ലാ ഖൈറും ഉൾപ്പെടുത്തിയ ഒരു വേർഡ്. അബ്ദുല്ലാഹിൽ അഖ്താദി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ശൈലി, ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ എമ്പാടും മതി ഒരു വലിയ ഹദീസിന്റെ ഈ ചെറിയൊരു ഭാഗം പറയുന്നത്. തവീലായ ഹദീസിന്റെ ഈ ചെറിയൊരു ഭാഗം മതി. എന്താണത്? ഇന്നമാ യുൽഹമു അസ്സുഅദാ, വിവരം വേണം, അറിവ് വേണം, ഒന്ന് പഠിക്കണം, ഒന്ന് നന്നാവണം, അറിവ് നേടി ഒന്ന് നന്നാവണം. ആ ഒരു മനസ്സ് വരുന്നത് സഅദത്തിന്റെ ഹിരിയാർക്കാണ്. അപ്പൊ നമ്മുടെ ഈ മുതഅല്ലിമീങ്ങൾ മാഷാ അല്ലാഹ് 30ഓളം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഷിആറിൽ, നല്ല രൂപത്തിൽ തലപ്പാവൊക്കെ കെട്ടി നല്ല ഒരു ഷിആറിൽ മാഷാ അല്ലാഹ്. ഈ കുട്ടികളുടെ കൂടെ സ്കൂളിൽ പഠിച്ച എത്ര ആൾക്കാരുണ്ട്? ഈ മക്കളെ കൂടെ കളിച്ചു വളർന്ന കുടുംബത്തിലെ കുട്ടികൾ എത്ര ഉണ്ട്? മഹല്ലിൽ, നാട്ടിൽ എത്ര കുട്ടികളുണ്ട്? ആ മക്കളിൽ നിന്നൊക്കെ അല്ലാഹു തആല തെരഞ്ഞെടുത്ത, അതാണ് ഫത്ഹുൽ മുഈനിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, മനിഖ്താറഹു മിനൽ ഇബാദ്. അല്ലാഹു തആല തെരഞ്ഞെടുത്തവരാണ്. അല്ലാഹു തആല തെരഞ്ഞെടുത്തവരാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമുക്ക് ചെയ്ത വലിയ ഒരു നിഅമത്താണ് ഈ നിഅമത്ത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ നല്ല വരുമാനമുള്ള ഒരു പറമ്പ് വിട്ടു. അപ്പൊ ഇക്കാക്ക മർഹൂം ഫാറൂഖ് തങ്ങളോട് ചോദിച്ചു, ആ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു സന്തോഷമായിരുന്നു. ഇപ്പോ അതൊക്കെ ഇപ്പൊ എന്തിനായിരുന്നു വിട്ടത്? ആ സമയത്ത് ഇപ്പൊ പറഞ്ഞത്, അള്ളാഹു എനിക്ക് ചെയ്ത വലിയ നിഅമത്ത് ആ പറമ്പ് വിൽക്കാനുള്ള മനസ്സ് തന്നു എന്നതാ. കാരണം അതെങ്ങാനും ഞാൻ വിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ആ പറമ്പിലെ തേങ്ങ നോക്കുന്നവരും, ആ പറമ്പിലെ അടക്ക നോക്കുന്നവരും, ആ പറമ്പിന്റെ ആളുകളായി നിങ്ങൾ മാറൂലേ? നിങ്ങളെ ഈ വേഷത്തിൽ കോലത്തിൽ കാണോ എന്ന് ഉപ്പ തിരിച്ചു ചോദിച്ച ചോദ്യം. അപ്പൊ ഇൽമിനൊക്കെ സ്നേഹിച്ച് അവരൊക്കെ ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലാഹു നമ്മളെ അൽഹംദുലില്ലാഹ് തെരഞ്ഞെടുത്തതാണ്. മക്കളെ, നിങ്ങൾ വളരെ ഇൽമിനെ സ്നേഹിക്കുക.
ആത്മാർത്ഥമായിട്ട് നമ്മൾ അധ്വാനിക്കുക, ആത്മാർത്ഥമായിട്ട് വിലയുള്ള ജീവിതം ഉണ്ടാക്കുക, എന്നാൽ നമുക്കെല്ലാം നേടാൻ കഴിയും. ഇത് മൂന്നും ഇല്ല. ഇൽമിനോട് ആത്മാർത്ഥ സ്നേഹം ഉമ്മാന്റെ നിർബന്ധത്തിനാ, വാപ്പാന്റെ നിർബന്ധത്തിനാ, മറ്റുള്ളവരുടെ നിർബന്ധത്തിനാണെങ്കിൽ ഒരു കാര്യമില്ല. ആത്മാർത്ഥമായ വിനയം എൽമിനോടും എൽമു പഠിപ്പിക്കുന്നവരോടും പഠിക്കുന്നവരോടും എൽമിന്റെ ക്ലാസുകളോടും സ്ഥാപനങ്ങളോടൊക്കെ ഉണ്ടാകണം. ആത്മാർത്ഥമായ അധ്വാനം നമ്മുടെ മക്കളുണ്ടാക്കണം. ഏതായാലും നാട്ടില് എൽമിന്റെ സ്ഥാപനം ഉണ്ടാകുക എന്നുള്ളത് നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് അവർക്ക് എല്ലാ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കണം, വസ്ത്രം നമ്മൾ കൊടുക്കണം, അവർക്ക് ആവശ്യമായതെല്ലാം കൊടുക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ മൻസൂർ മാതുരിദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 അമല് കൊണ്ട് എനിക്ക് വലിയ നേട്ടം ഉണ്ടായി. അതിൽ ഒന്ന് എന്താ പറഞ്ഞത്? ഒന്ന് ഈ ഖബർസ്ഥാനി കാണും, മക്ബറ കാണും, ഖബറാളികളോട് ഞാൻ സലാം ആത്മാർത്ഥമായി പറയും. ഒരു വലിയ ഖബർസ്ഥാനി നമ്മൾ കയറി. അപ്പൊ ഞാനിപ്പോ ഇന്നൊരു പള്ളി കിട്ടിയെടുത്തു, ഒരു ഖബർസ്ഥാനി കള്ളപ്പോ ആ ഖബറാണികളെ കണ്ട നമ്മൾ സലാം പറയണം. നമ്മളെന്താ കാരണം അയിമത്ത് അങ്ങനെ ശീലിപ്പിച്ചത്. നമ്മള് വലിയ പള്ളിയിൽ കയറി ഏക്കറക്കണക്കിന് ഖബർസ്ഥാനി ഉണ്ടാവും, എന്നിട്ട് നാട്ടുവർത്താനം പറഞ്ഞ് പള്ളിക്ക് അങ്ങനെ കയറുക. പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ നാട്ടുവർത്താനം പറയും, ഈ 10 ഗീബത്ത് പറയും, ഒരു സലാം പോലും എന്താകൂല ആ ഖബറാളികൾക്ക് പറയില്ല, പാടില്ല. അബൂ മൻസൂർ മാതുരിദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മറ്റൊരു മുത്താലിമീങ്ങളെ കാണുകയാണെങ്കിൽ ഞാൻ വളരെ സ്നേഹത്തോടെ അവരോട് സലാം പറയും. സ്നേഹത്തോടെ അവരോട് ഉള്ള പെരുമാറ്റം കൊണ്ട് എനിക്ക് വലിയ നേട്ടമുണ്ടായി. അപ്പൊ നമ്മള് ഇൽമു പഠിക്കുന്ന കുട്ടികൾ മുത്താലിമീങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കണം.